ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബ്ബിംഗ് കാർണിവൽ. അപ്പം നമ്മൾ ഇന്ന് റീസെൻ്റ് ആയിട്ട് റിലീസായ ഒരു പുതിയൊരു അടിപൊളി റൊമാൻറ്റിക് ഡ്രാമയാണ് കാണാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ ഡ്രാമ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മേ ബി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രാമയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്തായാലും അധികം സംസാരിക്കാൻ നമുക്ക് നേരെ ഡ്രാമയിലേക്ക് പോകാം. പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന് സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ രാവിലെ ഓഫീസിലേക്ക് പോകാനായിട്ട് ധൃതി പിടിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ ടൈമിൽ അവളുടെ അമ്മ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുപോലെ നമ്മുടെ ഹീറോയിൻ ഒരു വീട് വാടകയ്ക്ക് എടുക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രൊമോഷൻ കിട്ടിയാൽ ഉടനെ അവൾ ആ വീട് വാങ്ങുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൾക്കിപ്പോൾ ഒരു ബോയ് ഫ്രണ്ടും കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടായിരുന്നു ആ വീട് വാങ്ങാനിട്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അവളുടെ അമ്മ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം നടത്തിയാലെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും അധികം അതങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകണ്ടെന്ന് പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ അമ്മ നമുക്ക് പിന്നെ അതിനെപ്പറ്റി സംസാരിക്കാം, എനിക്ക് ഓഫീസിലേക്ക് പോകാനുള്ള സമയമായെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തിട്ട് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ റൂംമേറ്റ് പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളോട് എൻ്റെ ബാഗ് എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് അത് ആ പില്ലോയുടെ അടിയിൽ എവിടെയെങ്കിലും കാണും, നീ സമാധാനത്തോടെ നോക്കുന്ന പറയുന്നുണ്ടായിരുന്നു. ശേഷം അവൾ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഇവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, എടി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാനായിട്ട് പറയുമ്പോൾ, എടി നിന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കിപ്പോൾ കുശുമ്പ് തോന്നുക. നീ എൻ്റെ വീട്ടിൽ മാത്രം ഇരുന്നിട്ട് ലൈവ് സ്ട്രീമിംഗ് വഴി ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കാശ് സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ ഞാനാണെങ്കിലോ ഒരു റോബോട്ടിക് കമ്പനിയിൽ ജോലി ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എനിക്കൊന്ന് കഴിക്കാൻ പോലും സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബണ്ണ് ഇങ്ങനെ എടുത്തുകൊണ്ട് അവൾ ഓടി പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിൻ ഒരു റോബോട്ടിക് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഹീറോ വരുന്ന അതേ ഫ്ലൈറ്റിൽ ഒരു ബിസിനസ് മാൻ കൂടെ ഉണ്ടായിരുന്നു. അയാൾ വേറെ ആരോഗ്യനെ ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. മാഡം, നിങ്ങൾ അറിഞ്ഞായിരുന്നു നിങ്ങൾക്ക് വരാനുണ്ടായിരുന്ന ആ പ്രോജക്റ്റ് നിങ്ങളുടെ മുത്തശ്ശൻ ഇതുപോലെ നമ്മുടെ ഹീറോയുടെ കയ്യിലാണ് കൊടുത്തതെന്നും, പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നിങ്ങൾക്ക് തന്നെയെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഇയാളുടെ അടുത്തേക്ക് നമ്മുടെ ഹീറോ വന്നിരിപ്പുണ്ടായിരുന്നു. ഉടനെ അയാൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോ ഉടനെ, ഹലോ സുഖമാണോ, നമ്മൾ കുറേ നാളായാലോ കണ്ടിട്ടെന്ന് പറയുമ്പോൾ ഹാ എന്ന് പറഞ്ഞിട്ട് അയാളും പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളിതുപോലെ ഏതോ ഒരു കമ്പനി ഭയങ്കര കമ്മി റേറ്റിന് മേടിച്ചെന്ന് ഞാൻ അറിഞ്ഞല്ലോ, ഇതൊക്കെ ബാക്കിയുള്ളവരെല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാണല്ലോ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ ഒന്ന് പരുങ്ങുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കസിൻ ഉണ്ടായിരുന്നു. അവൾക്കിങ്ങനെ പോകേണ്ട ഒരു പ്രോജക്റ്റ് ഇപ്പോൾ അവളുടെ മുത്തശ്ശൻ, അതായത് ഹീറോയുടെ മുത്തശ്ശൻ ഹീറോയ്ക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ ഹീറോ പോകുന്നതും ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ ആ കസിൻ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ, അവരെല്ലാവരെയും ഒഴിവാക്കാനുള്ള ശ്രമത്തിലായിരുന്നു നമ്മുടെ ഹീറോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരാൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കമ്പനിയിലേക്ക് പോകാനായിട്ട് പോകുന്ന സമയത്ത് മെട്രോ സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വാടകയ്ക്ക് സൈക്കിളൊക്കെ എടുക്കത്തില്ലേ, അതുപോലെ ഒരു സൈക്കിൾ എടുത്തിട്ട് അവൾ പോകുന്നുണ്ടായിരുന്നു. ഹീറോ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു വരുന്ന സമയത്ത് അവളുടെ കസിൻ ഇങ്ങനെ വിളിച്ചിട്ട്, എടാ നീ ഇതുവരെ വരുന്നില്ലേ, ടൈം എന്നാന്ന് അറിയത്തില്ല നിനക്ക്, ഒരു സ്ഥലത്ത് നേരത്തെ എത്തരുതെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അവനും ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നേരെ ഈ പെങ്കൊച്ചാണെങ്കിൽ വിളിക്കുന്നത് നമ്മുടെ ഹീറോയുടെ കൂടെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ബിസിനസ് മാൻ ഇല്ലേ, അയാളെ വിളിച്ചിട്ട് നിങ്ങൾ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ മാഡം എനിക്ക് പെട്ടെന്ന് വെച്ച് വയറുവേന വന്നു, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നൈസായിട്ടും ഒഴിവാകുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ഹീറോ കാരണമായിരുന്നു അയാൾ ഒഴിവായിട്ടുണ്ടായിരുന്നത്. അവൾ ഒരു വഴിയിൽ കൂടെ അവളെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരു വഴിയിൽ നിന്ന് ഓരോരുത്തരും ഒഴിവാക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇതെല്ലാം ഹീറോ ചെയ്യുന്ന പണിയാണെന്ന് അറിഞ്ഞിട്ട് അവൾക്ക് ഹീറോയോട് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന വഴിക്ക് കാറിൽ ഇരുന്നിട്ട് അതിൻ്റെ ഫയലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ ഗ്ലാസ് താഴേക്ക് താഴ്ത്തിയിട്ട് ഇവിടെയൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചടുപടിയെന്ന് പെട്ടെന്ന് ഓടി പോകാനായിട്ട് ഓഫീസിലേക്ക് ധൃതി പിടിച്ച് പോകുന്നുണ്ടായിരുന്നു സൈക്കിളിൽ. അവൾക്ക് ആക്ച്വലി അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവളുടെ ഫ്രണ്ട് വിളിച്ചിട്ട്, എടി നീ ഇത് എവിടെ എത്തി, എത്രയും പെട്ടെന്ന് മീറ്റിംഗ് തുടങ്ങാനായിട്ട് ടൈമായി, നമ്മളല്ലേ ആ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തത്, അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് വന്നാൽ നമ്മൾ വേണത് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഒന്ന് പെട്ടെന്ന് വാടിയെന്ന് പറയുമ്പോൾ, എടി എത്രയൊക്കെ തന്നെ ഞാൻ നേരത്തെ വന്നിരുന്നാലും നമ്മുടെ ഹെഡ് തന്നെയായിരിക്കും പ്രോജക്റ്റ് എല്ലാവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ പെട്ടെന്ന് എത്താന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവള് പെട്ടെന്ന് ഇങ്ങനെ സ്പീഡിന് സൈക്കിൾ ഓടിക്കിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ സൈക്കിളിലേക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്ന ഒരു സൈക്കിളുകാരൻ കൊണ്ടുവന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ നേരെ പോയിട്ട് ഒരു ഡെലിവറി ബോയുടെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു. അവൻ നേരെ പോയിട്ട് ഒരു കാറിൽ കൊണ്ടുവന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു. ആ കാർ വേറെ ആരുടെയല്ല, നമ്മുടെ ഹീറോയുടെ കാറായിരുന്നു. പുറകിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ്റെ സൈക്കിളിൽ ഒരുത്തും കൊണ്ടുവന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവൻ്റെ പുറകെ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഹീറോയുടെ ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് ഈ ഡെലിവറി ബോയെ കുറേ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് ഹീറോയിൻ തിരികെ വന്നിട്ട്, സോറി സാർ, ആക്ച്വലി ഇത് എൻ്റെ പ്രോബ്ലമാണ്, ഞാനാണ് ഇയാളുടെ വണ്ടിയിൽ ഇങ്ങനെ വണ്ടി കൊണ്ട് ഇടിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സൈക്കിളിൽ വേറൊരാൾ കൊണ്ടുവന്ന് ഇടിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചത്. നിങ്ങളുടെ കാറിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാശ് തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ഇതാരെ ഈ പുറത്തുനിന്ന് സംസാരിക്കണമെന്ന് നമ്മുടെ ഹീറോയിനെ നോക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ ഹീറോയിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിനും പണ്ട് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരായിരുന്നു. ഹീറോ പെട്ടെന്ന് അത് ഓർത്തിട്ട്, ഇത് ആ പെൺകുട്ടിയല്ലേ പണ്ട് സ്കൂളിൽ ചാടി നടന്നുകൊണ്ടൊക്കെ ഇരുന്ന ആ പെൺകുട്ടിയല്ലേ എന്ന് പറഞ്ഞ് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു.
ഹീറോയിൽ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഹീറോ കേട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലാസ് താഴേക്ക് താഴ്ത്തിയിട്ട് വിട്ട് കളഞ്ഞേക്ക് അവളുടെ നമ്പർ മേടിച്ചിട്ട് പെട്ടെന്ന് വന്ന് കാർ എടുക്കാനായിട്ട് ഡ്രൈവറിനോട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനും ഇതാരെ കാറിലിരുന്ന് സംസാരിക്കുന്നതിന് എത്തിയൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഹീറോയെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹീറോ പക്ഷേ ഹീറോയിനെ നന്നായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ കമ്പനിയിലായിരുന്നു ഹീറോയുടെ ആ പ്രോജക്റ്റ് വർക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ നേരെ ഹീറോയിൻ്റെ കമ്പനിയിൽ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ മീറ്റിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഹീറോയിനെ ഓടി പെടച്ച് ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് വന്നിരിപ്പുണ്ടായിരുന്നു. ശരിക്കും ഹീറോയിനും ഹീറോയിൻ്റെ ഫ്രണ്ട് എല്ലാവരും കൂടി ചേർന്നിട്ടായിരുന്നു ഈ പ്രോജക്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ക്രെഡിറ്റ് മൊത്തം എടുത്തിട്ടുണ്ടായിരുന്നത് ഇവരുടെ ആ ഹെഡായിരുന്നു. അയാളായിരുന്നു ഈ പ്രോജക്റ്റ് എല്ലാം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇയാൾ ഓരോ പ്രോജക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് 2-3 സ്ലൈഡ് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിൻ ഇവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, കണ്ടോടി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പ്രോജക്റ്റ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ട് ക്രെഡിറ്റ് മൊത്തം അയാൾ കൊണ്ടുപോകുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എടി ആ കാണുന്നതാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന് CEO എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ കാണുന്നത് ഹീറോയുടെ മുതുക് മാത്രമായിരുന്നു. ഇയാളിങ്ങനെ 1-2 സ്ലൈഡൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹീറോ ശ്രദ്ധിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഈ പറയുന്നതിലൊരു വ്യക്തതയില്ലല്ലോ, 2-3 സ്ലൈഡും കൂടെ മിസ്സായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് ആരാ ഡെവലപ്പ് ചെയ്തത്, നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരാൾ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് തന്നെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മുടെ ഹീറോയുടെ തൊട്ട് പുറകിലിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടാണെന്ന് എങ്ങനെ നമുക്ക് വയ്ക്കാം. അവളിങ്ങനെ പറയുന്നുണ്ട്, കറക്റ്റായിട്ട് ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്ത ആരാണ് അയാളോട് വന്നിട്ട് സംസാരിക്കാനായിട്ട് പറയാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഉടനെ നമ്മുടെ ഹീറോയിൻ നടന്നു വരുന്നിട്ടായിരുന്നു. പ്രോജക്റ്റ് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കാനായിട്ട് വരുന്ന സമയത്തായിരുന്നു ഹീറോയിൻ നമ്മുടെ ഹീറോയെ കാണുന്നത്. അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഹീറോ ആണെങ്കിൽ ഇവളെ കണ്ട ഭാവം പോലും കാണിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും പ്രോജക്റ്റ് അവൾ മനോഹരമായിട്ട് എല്ലാവരുടെ മുന്നിൽ അവതരിപ്പിച്ചതിന് ശേഷം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എടി കണ്ടോ, നീ എന്ത് അടിപൊളിയായിട്ടാണ് പ്രോജക്റ്റ് എല്ലാവരുടെ മുന്നിൽ അവതരിപ്പിച്ചത്, നമ്മുടെ ഹെഡ് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ് അയാളുടെ കിളിയെല്ലാം പറന്നൊരവസ്ഥയായിരുന്നു. എല്ലാവരുടെ മുന്നിലൊന്നും ആളാവെന്ന് പറഞ്ഞിട്ട് അത് അവതരിപ്പിക്കാനായിട്ട് പോയത്, പക്ഷേ അങ്ങ് എത്താണ്ട് പോയില്ലേ, അതിൻ്റെ എല്ലാ ചമ്മലും അയാളുടെ മുഖത്ത് ഇപ്പോഴും ഉണ്ടായിരുന്നു. ഇവിടെ ഹീറോയിൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ ഇത് തന്നെയായിരുന്നു സന്തോഷമെന്ന് പറയുന്നുണ്ടായിരുന്നത്. ഈ കാര്യം പറഞ്ഞിട്ട് ഹീറോയിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ്റെ മനസ്സിൽ മുഴുവനും ഹീറോ മാത്രമായിരുന്നു. ഇവൾ ഈ ചെയറിലേക്ക് വന്നിരുന്ന സമയത്ത് ഹീറോയെ പറ്റിയിട്ട് ഇങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അവൻ ഏത് കമ്പനിയുടെ CEO ആണ്, എവിടെയാണ് പഠിച്ചതെന്നൊക്കെ. ആക്ച്വലി നമ്മുടെ ഹീറോ ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് ചൈനയിലേക്ക് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഇതുപോലെ ഒരു കോഫി ഷോപ്പിൽ നമുക്കൊന്ന് മീറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ കോഫി ഷോപ്പിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ അന്ന് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഹീറോയുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹീറോയുടെ ഒരു റിലേറ്റീവ് പെൺകുട്ടിയായിരുന്നു. അവൾ ഇതുപോലെ ഇങ്ങനെ പറയുന്നുണ്ട്, പ്രോജക്റ്റ് എല്ലാം വളരെ മനോഹരമായിരുന്നല്ലേ, അവരത് എന്ത് നന്നായിട്ട് അവതരിപ്പിച്ചെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഹീറോയുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അതിനകത്താണെങ്കിൽ ഹീറോയിൻ്റെ ഒരു ഫോട്ടോയും ഈ ഹീറോയിൻ്റെ ഒരു ഹെഡില്ലേ അയാളുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ഇവൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ഹീറോ ചെറുതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഹീറോ മുഴുവനും നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹീറോയിൻ്റെ ഫോട്ടോ മാത്രമായിരുന്നു. നീ പറഞ്ഞത് ശരി തന്നെയാണ്, നന്നായിട്ടുണ്ടായിരുന്നു ഒരു പ്രോജക്റ്റ് അല്ലെന്ന് പറയുമ്പോൾ നമുക്കിന്ന് ഈവനിങ് പുറത്തൊരു ഡിന്നർ കഴിക്കാനായിട്ട് പോകുമെന്ന് ഇവൾ ചോദിക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം കുറച്ചധികം പരിപാടികളുണ്ട് ഈവനിങ്, എനിക്കൊരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കാണാനായിട്ട് പോകണം, പിന്നെ കുറച്ചധികം പരിപാടികളുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ നീയും കൂടെ എൻ്റെ ഒപ്പം പോകുന്നോ, എല്ലാവരും ഉള്ളപ്പോൾ കുറച്ച് ജോളി ആയിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. അവളും അത് നോക്കി പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ മുത്തശ്ശനെ തന്നെ കാണുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഒന്ന് മുത്തശ്ശനെ കാണാൻ പോകുമോ എന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ വേണ്ടാന്നും പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹീറോയുടെ മേലെ ചെറിയൊരു കണ്ണുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഇങ്ങനെ പഞ്ചാര അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഹീറോ നേരെ വന്നിട്ടുണ്ടായിരുന്നത് അവളുടെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ടായിരുന്നു. അവൻ ഇങ്ങനെ ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐഡിയാസും നമ്മുടെ ഹീറോയിൻ്റെ വക തന്നെയായിരുന്നു. അന്നേരം ഇവൻ പറയുന്നുണ്ട്, എടി നിന്നോട് എത്ര നാളുകൊണ്ട് ഞാൻ പറയുന്നതാ, നീ എൻ്റെ ഒപ്പം ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, അതിൽ നിന്ന് നമുക്ക് നല്ലൊരു തുക ഏൺ ചെയ്യാനും പറ്റുമെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നു മോനെ എനിക്ക് ഹോം ലോണൊക്കെ അടയ്ക്കാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിൻ്റെ ഈ തുടങ്ങാൻ പോകുന്ന ബിസിനസ് എന്നാ പൂട്ടിക്കിട്ടതെന്ന് ഒരു പിടിയില്ല, തൽക്കാലം എനിക്ക് എൻ്റെ ഈ ജോലി മതിയെന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ ഒരു കോൾ വരുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെ ഒരു റിലേറ്റീവ് പെൺകുട്ടിയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഈവനിങ് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണമെന്നും ഞാൻ കാറും കൊണ്ട് വരുമ്പോൾ നീ റെഡി ആയിട്ട് നിൽക്കാനും പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അത് നോക്കിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. നേരെ അവൾ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഫസ്റ്റ് ടൈം ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതല്ലേ, അതായത് അവളുടെ ആ ഒരു കമ്പനി CEO ആയിട്ട്, അതുകൊണ്ട് തന്നെ ഒന്ന് സുന്ദരിയായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവളുടെ ആ ഫ്രണ്ടിനോട് ഒന്ന് റെഡിയാക്കി തരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവളുടെ മായാജാലങ്ങളെല്ലാം കൊണ്ട് അവളെ ഒന്ന് പുട്ടി വാരി വീശി പെയിൻ്റ് അടിച്ച് വെക്കുന്നുണ്ടായിരുന്നു. അവൾക്കെന്തോ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ശേഷം അവളുടെ വേറൊരു ഫ്രണ്ടിനെ കോൾ ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാനും എന്നെ ഒന്ന് റെഡിയാക്കാനും പറയുന്നുണ്ടായിരുന്നു. അവളെയും ഇങ്ങനെ വിളിച്ച് വരുത്തുന്നുണ്ടായിരുന്നു. അവൾ വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എടിയെ എൻ്റെ മുഖം കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ, ഓവറാണല്ലേ, ഒന്ന് ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് ഉള്ളോട് പറഞ്ഞതാ, അവളെ നീ കോലത്തിലാക്കിയെന്ന് പറയുമ്പോൾ നൈറ്റല്ലേ നീ പുറത്ത് പോകുന്നത്, അപ്പോൾ ഒന്ന് ചെറിയൊരു മേക്കപ്പാണ് നല്ലത്, ഞാൻ നിന്നെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ റെഡിയാക്കുന്നു. ഈ ഡ്രസ്സ് ഇടുന്നു, ആ ഡ്രസ്സ് ഇടുന്നു, ഇതൊന്നും പോരാഞ്ഞിട്ട് വേറെ കുറേ ഡ്രസ്സ് കൊണ്ടുവരുന്നു. അങ്ങനെ മൊത്തത്തിൽ അതും ഇതുമൊക്കെ ഇട്ട് നോക്കിയിട്ട് നമ്മുടെ ഹീറോയിനെ വട്ടാക്കി ഒരു വിധത്തിൽ ഒരുക്കിയൊക്കെ നിർത്തുന്നുണ്ടായിരുന്നു.
ആ ലുക്ക് അവൾക്ക് എന്നാലും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ രാത്രി നമ്മുടെ ഈ കാറ് വെയിറ്റ് ചെയ്തിട്ട് അവൾ നടന്നു പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവളുടെ ഫ്രണ്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, എടി രാത്രി ആയതുകൊണ്ട് നിനക്ക് നല്ല തണുപ്പായിരിക്കും, അതുകൊണ്ടാണ് ആ ഷോൾ ഞാൻ നിനക്ക് ഇട്ട് തന്നത്, നീ കംഫർട്ട് ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആടി ഞാൻ കംഫർട്ട് ആണെന്ന് പറഞ്ഞ് ഇവളിങ്ങനെ വോയിസ് മെസ്സേജ് തിരിച്ചയക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അവിടെ കാറ് വരുന്നുണ്ടായിരുന്നു. ഇവൾ കാറിലേക്ക് കയറുന്നുമുണ്ട്. കാറിലിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റൽ CEO ആണ് കാണാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഈ പ്രോജക്റ്റില്ലേ അയാളോട് പറയുന്നുണ്ട്. അയാളോട് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കമ്പനിയിലേക്ക് കുറച്ചധികം ലാഭമായിട്ട് വരും. മാത്രമല്ല ഇനി ഒരു പ്രോജക്റ്റ് കൂടെ നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ നോക്കിയിരുന്നാലും നിനക്ക് ഇതുവഴി സാലറിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് തരാമെന്നൊക്കെ പറയുമ്പോൾ ഹീറോന് വലിയൊരു സന്തോഷമാകുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു ഹോട്ടൽ പോലത്തെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം നമ്മുടെ ഹീറോ ചൈനയിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഹീറോയും ഹീറോയിൻ്റെ ഫ്രണ്ടും ഈ ഹോസ്പിറ്റൽ CEO എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ കാർഡ്സ് കളിക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് നമ്മുടെ ഈ ഹീറോയുടെ റിലേറ്റീവ് പെൺകുട്ടിയും ഹീറോയിനും വരുന്നുണ്ടായിരുന്നു. ഹീറോയിൻ വരുന്നത് കാണുമ്പോൾ ഹീറോയ്ക്ക് എന്തോ വല്ലാണ്ടാവുന്നുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഇത്രയും ആണുങ്ങളിൽ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അവൾ ഇവിടേക്ക് വന്നത് ഹീറോയ്ക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന പാടെ തന്നെ ഈ CEO ഇല്ലേ, അതായത് ആ ഹോസ്പിറ്റൽ CEO, അയാളാണെങ്കിൽ നമ്മുടെ ഹീറോയിനോട് ചെറുതായിട്ടൊന്ന് പഞ്ചാര അടിച്ച് തുടങ്ങുന്നുണ്ടായിരുന്നു. വരൂ എങ്കാളെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതും നമ്മുടെ ഹീറോയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ കാർഡ്സ് കളിക്കുന്ന നമ്മുടെ ഹീറോയിൻ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ ഹോസ്പിറ്റൽ CEOയോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഉടനെ തന്നെ തോൽക്കുന്നതായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ കാർഡ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കൂടെ ഉണ്ടായിരുന്ന കളിച്ചവരെല്ലാവരും തോറ്റിട്ട് ലാസ്റ്റ് നമ്മുടെ ഹീറോയിൻ മാത്രമായിരുന്നു കളിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. പണ്ട് ഇവർ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഇങ്ങനെ കാർഡ്സൊക്കെ കളിക്കുമായിരുന്നു. അതിലെപ്പോഴും ജയിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹീറോ തന്നെയായിരുന്നു. അതിവിടെ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്തായാലും ഇതിലും അവൻ തന്നെ ജയിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് ഇനിയും കളിക്കാനായിട്ട് കാർഡ്സ് കയ്യിലുണ്ടെങ്കിലും ഹീറോയിൻ ജയിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തോറ്റിരിക്കുവാണ്, എൻ്റെ ഇനി കാർഡ്സ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് കള്ളം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഹീറോയിൻ ജയിക്കുമ്പോഴത്തേക്കും ഈ ഹോസ്പിറ്റൽ CEO ഇരിക്കുന്ന ആളില്ലേ, ആ കൊള്ളാലോ നീ ചെറിയ കുട്ടിയെ പോലെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് കളിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവളുടെ തോളിൽ കൂടി ഇങ്ങനെ കൈ ഇടുന്നുണ്ടായിരുന്നു. അവൾക്കത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ഹീറോ കാണുമ്പോൾ അവനാണെങ്കിൽ തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവൾ തന്നെ ലാസ്റ്റ് ഇയാളുടെ കൈ എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്കാകെ സഹി കെട്ടിട്ട് ഈ റിലേറ്റീവ് പെൺകുട്ടിയെ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പോകുന്നതിന് മുന്നേ നീ എനിക്ക് വേണ്ടിയിട്ട് കളിക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനോട് സ്ഥലം മാറിയിരിക്കാനും പറഞ്ഞിട്ടായിരുന്നു അവൻ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയിട്ട് ഇതുപോലെ പറയുന്നുണ്ട്, നീ എന്തിനാ അവളെയും കൂട്ടിയിട്ട് വന്നെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറ്റി, നിനക്ക് അവളെ നേരത്തെ അറിയാവോ? വേറൊന്നുമല്ല, അവളല്ലേ ഈ പ്രോജക്റ്റിനെ എല്ലാം തയ്യാറാക്കിയത്. അപ്പോൾ നമ്മളെക്കാട്ടിൽ നന്നായിട്ട് ഈ പ്രോജക്റ്റ് അവതരിപ്പിക്കാനായിട്ട് അവൾക്കല്ലോ അറിയാവുന്നത്, അതുകൊണ്ടാണ് ഞാൻ അവളെയും കൂട്ടിയിട്ട് വന്നതെന്ന് പറയുമ്പോൾ അതൊന്നും അത്ര ശരിയായില്ല, എന്തായാലും നീ അവൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഈ ഹോസ്പിറ്റൽ CEOയുടെ അടുത്ത് ഈ കമ്പനി കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അവൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇയാൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ വീട്ടുകാരോടും ഫാമിലിക്കാരോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് മുന്നോട്ട് തീരുമാനം എടുക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോ ആ പെൺകുട്ടിയോട് നമ്മുടെ ഹീറോയിൻ എങ്ങനെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് പറഞ്ഞിട്ട് തിരികെ വരുന്ന സമയത്ത് ഈ റിലേറ്റീവ് പെൺകുട്ടി നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇവളും ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ എണീക്കുന്ന സമയത്തായിരുന്നു കറക്റ്റായിട്ട് ഹീറോയിൻ നടന്നു വരുന്നുണ്ടായിരുന്നത്. രണ്ടുപേരും ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കാതെ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഇതുപോലെ അവർക്ക് എന്തോ പേഴ്സണൽ കാര്യങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഒരു ടാക്സി പിടിച്ച് പോകാൻ നോക്ക്, നിനക്ക് വേണമെങ്കിൽ അതിനുള്ള കാശ് ഞാൻ തരാമെന്ന് പറയുമ്പോൾ ഹീറോയിൻ അത് വല്ലാണ്ടാവുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് വിളിച്ച് വരുത്തിട്ട് തന്നെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്ത് വിടുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അവൾ അത് വലിയ കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. ശരിക്കും നമ്മുടെ ഹീറോ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത് അവളുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് തിരികെ പോകാനായിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ റിലേറ്റീവ് പെൺകുട്ടി വന്നിട്ട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, നമുക്ക് കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നല്ലേ ഇവിടേക്ക് വന്നിട്ടുള്ളൂ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ആദ്യം ഞാനൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ നൈസായിട്ട് സ്കൂട്ടാവുന്നുണ്ടായിരുന്നു. നേരെ അവനൊരു നൂഡിൽസ് ഷോപ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയിരുന്നിട്ട് നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഇവനെ നമുക്ക് കണ്ണാടിക്കാരെന്ന് വിളിക്കാം. അവനും ഇവരുടെ കൂടെ ഇങ്ങനെ കാർഡ്സ് കളിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഹീറോ മനഃപൂർവ്വമായിട്ട് അവളെ ജയിക്കാനായിട്ട് വിട്ടതും ഇതുപോലെ ഇവരുടെയൊക്കെ ഇടയിൽ നിന്നിട്ട് അവളെ പറഞ്ഞു വിട്ടതൊക്കെ ഇവൻ നൈസായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിനക്ക് ഈ പെൺകുട്ടിയെ മുന്നേ അറിയാമായിരുന്നോ, എന്തോ എനിക്ക് അതുപോലെ തോന്നിയെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനെ പറ്റിയിട്ട് എന്തോ പറയാൻ വരുന്നുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നിന്ന് അറിയാം. അത് മാത്രമല്ല നമ്മുടെ ഹീറോയിന് ശരിക്കും ഒരു ലവർ ഓൾറെഡി ഉണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ലവ് വർക്കൗട്ട് ആവുന്നതെന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡ്സിൽ നിന്ന് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ.